ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നൊരു ശ്ലോകം പരിചയപ്പെടുത്തുകയാണ്. വലിയ വലിയ കവികൾ എഴുതിയിട്ടുള്ള ശ്ലോകമൊന്നും അല്ല കേട്ടോ. പണ്ടൊരു നാരായണീയ ദിനത്തിന് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ഒരു ചെറിയ ശ്ലോകമാണ്. ആ ശ്ലോകം ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. വാദത്താൽ ബദ്ധനായി ദുരിതമകലുവാൻ പോന്നു വാതാലയേശൻ വാതിൽക്കൽ നിത്യമോരോ ദശകമതെഴുതി ഭക്തിയാൽ വാഴ്ത്തി നന്നായി വാദം കൂടാതെ ഹൃത്തിൻ കലുഷത പലതും തീർത്തു രക്ഷിച്ച സാക്ഷാൽ വാദേശ നിൻ കൃപയ്ക്കായി അനുദിനമടിയൻ കൂപ്പിടുന്നേൻ പദാബ്ജം. ശ്ലോകത്തിലെ മേൽപ്പത്തൂര് പ്രകാരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനെ ആശ്രയിച്ചത്. അതിനെക്കുറിച്ചാണ് കാര്യമായിട്ട് പറയുന്നത്. വാദത്താൽ ബദ്ധനായി ദുരിതമകലുവാൻ, വാദം പിടിപെട്ടിട്ട് ദുരിതമകലുവാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ വന്നു. വാതാലയേശൻ വാതിൽക്കൽ, ഗുരുവായൂരപ്പൻ്റെ വാതിൽക്കൽ നിത്യം ഓരോ ദശകമതെഴുതി ഭക്തിയാൽ വാഴ്ത്തി നന്നായി. ഓരോ ദിവസവും ഓരോ ദശകം എഴുതിയും കൊണ്ട് ഭഗവാനെ ഭക്തിയോടുകൂടി വാഴ്ത്തി. വാദം കൂടാതെ ഹൃത്തിൻ കലുഷത പലതും തീർത്തു. വാദം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ വാദം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പല കലുഷതകൾ അല്ലേ, അതിനാണ് കാര്യമായിട്ട് ചികിത്സ വേണ്ടത് ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് അല്ലേ. നമ്മുടെ മനസ്സിൽ വരുന്ന കാമം, ക്രോധം, മതം, മത്സരം മുതലായിട്ടുള്ള ആ വികാരങ്ങൾ, ആ ദോഷങ്ങൾക്കാണ് ശരിക്കും ചികിത്സ വേണ്ടത്. ആ കലുഷതകളും ഒക്കെ നീക്കി രക്ഷിച്ച സാക്ഷാൽ വാദേശ, വാദേശനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അങ്ങനെ രക്ഷിച്ച ഹേ ഗുരുവായൂരപ്പ, രക്ഷിച്ച സാക്ഷാൽ വാദേശ നിൻ കൃപയ്ക്കായി അനുദിനം അടിയൻ കൂപ്പിടുന്നേൻ പദാബ്ജം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടിയിട്ട് അടിയനും അതെ എന്നും അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പണ്ട് എഴുതിയതാണ്, ഇന്ന് ഒരു കൗതുകം തോന്നി, അത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാമെന്ന് തോന്നി. അപ്പോൾ ഈ ശ്ലോകം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.